INTUC യൂണിയന് വഴിവിട്ട് സഹായം നൽകി പൊതുമേഖലാ സ്ഥാപനമായ KMML ടൈറ്റാനിയം ജംഗ്ഷനിൽ മുഖ്യമന്ത്രി VD സതീശൻ എത്തുന്ന വേദിയൊരുക്കാൻ ലോഡ് കണക്കിന് മോണോസൈറ്റ് അടങ്ങിയ മണൽ നൽകി സഹായം. ധാതുമണൽ വേർതിരിച്ച മണൽ പുറത്തു നൽകാൻ പാടില്ല എന്ന ഉത്തരവ് മറികടന്നാണ് KMMLന്റെ നടപടി. മാനേജിംഗ് ഡയറക്ടറുടെ നിർദ്ദേശം അനുസരിച്ചാണ് മണൽ നൽകിയതെന്നാണ് കമ്പനിയിലെ ഉന്നത ഉദ്യോഗസ്ഥർ പറയുന്നത്. INTUC പരിപാടിക്ക് ഗ്രൗണ്ട് ഒരുക്കുന്നത് KMMLലെ കരാറുകാരെന്നും ആക്ഷേപമുയരുന്നു. അത് എനിക്ക് താല്പര്യമില്ലെന്ന് ഞാൻ പലവട്ടം പറഞ്ഞതാണ്. ഈ കേസ് എനിക്ക് പൊസിഷൻ പക്ഷെ എന്നെ കമ്പനി നിർബന്ധിച്ച് അവിടെ ഇരുത്തി കഴിഞ്ഞിട്ട് എനിക്ക് നിർദ്ദേശം എഴുതി തന്നു കഴിഞ്ഞാൽ ഞാൻ ഹെൽപ്ലെസ് ആണ്. എന്നെക്കാളും മുകളിൽ പവറുള്ള ആൾക്കാരുണ്ട്. അതല്ല എൻ്റെ ഒരു പ്രശ്നം. ഇത് എന്താണെന്നറിയാം, ഞാൻ ഉള്ള കാര്യം പറയാം. ഇത് എന്റെ ഈ പോസ്റ്റ് അധികം നാൾ നിൽക്കില്ല. കാരണം ഞാൻ ഇതൊക്കെ റെസിസ്റ്റ് ചെയ്യുന്ന ആളാണ്. പക്ഷെ എന്റെ ഒരു പൊസിഷന്റെ ഒരു വലിപ്പം വെച്ചിട്ട് എനിക്ക് അങ്ങനെ കടുത്ത് റെസിസ്റ്റ് ചെയ്യാൻ പറ്റും. ഗ്രാജുവലി റെസിസ്റ്റ് ചെയ്യും ഞാനത്. പതുക്കെ ഞാൻ എന്റെ ഈ പോസ്റ്റിൽ നിന്ന് അവരെന്നെ മാറ്റി തന്നെ. ഇപ്പൊ ഈ പോയ മണ്ണുണ്ടല്ലോ, ഇതിന്റെ 5 ഇരട്ടിയോ 4 ഇരട്ടിയോ ചോദിച്ചത്. പിന്നെ ഏറ്റവും അവസാനം MD നിർദ്ദേശിച്ച് എഴുതി തന്നതായിരുന്നുണ്ട്. പിന്നെ ഞാൻ ഇത്രയും പിന്നെ അത് MD എഴുതി തന്നു കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ വാർത്തകളുടെ വിശദാംശങ്ങളുമായി ഷമീർ അബ്ദുൾ ചേർന്നുണ്ട്. ഷമീർ, അതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. ഈ KMMLന്റെ വഴിവിട്ട നീക്കം, ഇതിന്റെ ഒരു പശ്ചാത്തലം എന്താണ് ഷമീർ? ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. സംസ്ഥാനത്ത് തന്നെ ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് KMML. KMML നിന്നുള്ള മണൽ അത് പുറത്തേക്ക് കൊടുക്കാൻ പാടില്ല. അത് അത്തരത്തിൽ ഒരു ചട്ടലംഘനം KMML ആദ്യം നടത്തി എന്ന് വേണം പറയാൻ. അതായത് രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പോഷക സംഘടനയായ INTUCയുടെ പരിപാടിക്കാണ് ഇത്തരത്തിൽ മോണോസൈറ്റ് അടങ്ങിയ മണൽ പുറത്തേക്ക് ലോഡ് കണക്കിന് മണൽ പുറത്തേക്ക് കൊടുത്തിരിക്കുന്നു എന്നതിൻ്റെ ദൃശ്യങ്ങളും ഒപ്പം തന്നെ അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥൻ അത് സാക്ഷ്യപ്പെടുത്തുന്ന ശബ്ദ സന്ദേശവുമാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത്. KMML മിനറൽ സെപ്പറേഷൻ യൂണിറ്റിൽ ധാതുമണൽ വേർതിരിച്ചെടുത്തതിന് ശേഷമുള്ള 25% മുതൽ 40% വരെ അപൂർവ ധാതുവായ മോണോസൈറ്റ് അടങ്ങിയ ലോഡ് കണക്കിന് മണലാണ് മുഖ്യമന്ത്രി നാളെ ജില്ലയിൽ പരിപാടിക്ക് എത്തുമ്പോൾ ആ പരിപാടി സ്ഥലത്തേക്ക് കൊടുത്തിരിക്കുന്നത്. അത് ടൈറ്റാനിയത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സർവീസ് സംഘടനയായ INTUC ടൈറ്റാനിയം കോംപ്ലക്സ് എംപ്ലോയീസ് കോൺഗ്രസിൻ്റെ പുനരുദ്ധരിച്ച കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാനാണ് മുഖ്യമന്ത്രി നാളെ കൊല്ലത്ത് എത്തുന്നത്. മറ്റ് പരിപാടികളും മുഖ്യമന്ത്രിക്ക് ജില്ലയിലുണ്ട്. അപ്പോഴാണ് ഒരു പൊതുമേഖലാ സ്ഥാപനം വഴിവിട്ട് INTUC പോലെ ഒരു സംഘടനയ്ക്ക് മോണോസൈറ്റ് അടങ്ങിയ മണൽ പുറത്തേക്ക് കൊടുക്കുന്നത്. അത് സർക്കാർ ഉത്തരവുകളുടെയും ഒപ്പം തന്നെ ഹൈക്കോടതി ഉത്തരവിൻ്റെയും ലംഘനമാണ് എന്ന് വേണം ആദ്യം പറയേണ്ടത്. ഇത്തരത്തിൽ ലോഡ് കണക്കിന് മണൽ പുറത്തേക്ക് കൊടുക്കാൻ KMMLന്റെ MD നിർദ്ദേശം നൽകി എന്നാണ് ഒരു ഉദ്യോഗസ്ഥൻ പറയുന്നത്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഇത് പുറത്തു വന്നു കഴിഞ്ഞാൽ താൻ ആ സീറ്റിൽ അധികകാലം ഇരിക്കില്ല. MDയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ ഗുരുതര പാരിസ്ഥിതിക ആഘാതം ഉണ്ടാകുന്ന ഈ മണൽ പുറത്തേക്ക് കൊടുത്തത് എന്ന് പറയുന്നു. ഒപ്പം തന്നെ KMMLന്റെ ആ ടൈറ്റാനിയം ഗ്രൗണ്ടിൽ നിന്ന് മരങ്ങളും മുറിച്ച് നീക്കിയിട്ടുണ്ട്. ഈ മരങ്ങൾ മുറിച്ച് നീക്കാൻ പാടില്ല എന്നുണ്ട്. കാരണം ഈ മരങ്ങൾ വെച്ചുപിടിപ്പിച്ചിരിക്കുന്നത് തന്നെ ഈ കമ്പനിയിൽ നിന്ന് പുറംതള്ളുന്ന സൾഫറും കാർബൺ മോണോക്സൈഡും കലർന്ന ഈ പുക അത് ന്യൂട്രലൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെയും ദേശീയ ഹരിത ട്രിബ്യൂണലിൻ്റെയും നിർദ്ദേശപ്രകാരമാണ് ഈ ചുറ്റിലുമായ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. ആ മരങ്ങളും
വ്യാപകമായി വെട്ടിമുറിച്ച് ഈ പരിപാടിക്ക് വേണ്ടി വെട്ടിമുറിച്ച് കൊടുത്തിരിക്കുന്നു. ഒപ്പം തന്നെ KMML കരാറുകാരാണ് ഈ വേദി INTUCക്ക് വേദി ഒരുക്കാൻ വേണ്ടി ആ ഗ്രൗണ്ടിൽ കഴിഞ്ഞ 3 ദിവസത്തിലധികമായി പണിയെടുക്കുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപങ്ങളിൽ ഒന്നാണ്. അത് ആ കരാറുകാർ തന്നെയാണെന്നും അത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു. എന്തായാലും ഗുരുതരമായ ചട്ടലംഘനം KMML നടത്തിയിരിക്കുന്നു. അതും ഒരു INTUCയുടെ പരിപാടിക്ക് പൊതുമേഖലാ സ്ഥാപനം വഴിവിട്ട് സഹായം നൽകിയിരിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ്. ഭരണകക്ഷിയിലെ പാർട്ടിയെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു നടപടി KMMLന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. സേതു. ഓക്കെ, ശരി ഷമീർ, ശരി. വലിയൊരു ക്രമക്കേടിന്റെ വാർത്തയാണ്, ഒരു വഴിവിട്ട സഹായത്തിന്റെ വാർത്തയാണ് ന്യൂസ് മലയാളം ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ഷമീറാണ് വിവരങ്ങൾ നൽകിയത്.